അങ്ങനെ നമ്മുടെ ബാലൻ ദേവിയോട് പറഞ്ഞിട്ട് വായ മോളെ നമുക്ക് പച്ചക്കറിയുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അത് പോയി നോക്കാം, നല്ല പച്ചക്കറിയാണോ എന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം തന്നെ അളിഞ്ഞ പച്ചക്കറിയാണ്, വായ നമുക്ക് രണ്ടാൾക്കും പോയി നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ദേവീനെ കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാമേട്ടൻ പറഞ്ഞിട്ട് കഴിഞ്ഞ സ്റ്റോക്കിൻ്റെ പൈസ കൊടുക്കണ്ട, ഈ സ്റ്റോക്കിൻ്റെ മാത്രം കൊടുത്താൽ മതി, കഴിഞ്ഞ പ്രാവശ്യം മുഴുവൻ അളിഞ്ഞ പച്ചക്കറിയാന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ബാലൻ പറഞ്ഞിട്ട് അത് പോട്ടെ സാലിൻ്റെ, അയാൾ പ്രാരാബ്ധക്കാരനാണ്, ഇനി ഞങ്ങൾ അയാൾ ചെയ്യില്ല എന്നല്ലേ പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ വിശ്വസിക്കുക, അപ്പോഴല്ലേ നമ്മളെ ആൾക്കാരെ വിശ്വസിക്കുള്ളൂ, പരസ്പര വിശ്വാസമല്ലേ വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിയും ബാലനും കൂടി ഇറങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ ആര്യനും മീനും കൂടി വല്ലാത്ത ദേഷ്യത്തിൽ വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്ര ചോദിക്കുന്നുണ്ട് എന്താ ആര്യ പ്രശ്നം എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ആര്യം പറയുന്നുണ്ട് ആ വൃത്തികെട്ടവനില്ലേ അലോക്, അവനുണ്ടെന്ന് ഏതൊരു പെണ്ണിനായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട്, എനിക്ക് എൻ്റെ ചോര തളച്ചു, ഞാൻ അവനെ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മിത്രയെ വെറുതെ തമ്മിത്തെല്ലാം പോണ്ട, അറിഞ്ഞിട്ട് പോരേന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആര്യൻ അപ്പോഴേക്കും അലോകിനെ അവിടെ നിന്ന് കണ്ട അലോകിനുണ്ട് ഇടാ നിൽക്കടാ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞത്, നീ ആരുടെ പട ഒരു പെണ്ണിൻ്റെ ഒപ്പം കറങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോക് പറഞ്ഞു ഞാൻ ആരുടെ ഒപ്പെങ്കിലും കറങ്ങും, ചിലപ്പോൾ അവൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇറക്കാം, അതിന് നിനക്ക് എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ രണ്ടാളും നല്ല ഗംഭീര അടി കൂടുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും വന്ന് തടഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ ആനന്ദ് ഗോമതി സ്റ്റോറിൽ ഒരു ഒളിക്യാമറയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മനസ്സിൽ പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ഉദയഭാനു, ഇവർ രണ്ടാളിൽ ആരോ ഒരാളാണ് ഈ പൈസ എടുത്തത്, ആരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ, അതുകൊണ്ട് ഈ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ, ഇനി ആരെങ്കിലും അങ്ങനത്തെ ശ്രമം നടത്തി എനിക്ക് അപ്പം ഈ ക്യാമറയിൽ കൂടെ കാണാം, അപ്പം ഞാൻ ഇവരെ വന്ന് കൈയോടുകൂടി പിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് മനസ്സോട് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.